അടുത്ത വീഡിയോ എന്തിടുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മന്തി വീഡിയോ ട്രൈ ചെയ്താലോ എന്ന് തോന്നുന്നത്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായി വരുന്നേരം നമുക്കൊരല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നീളത്തിലരിഞ്ഞ സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫാറ്റാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സവോള വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരിക്ക് അളവിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് 1/2 കിലോയ്ക്കുള്ള റെസിപ്പിയുമാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട, ഒരു ഡ്രൈ ലെമൺ, 2 ബേ ലീഫ്, 3 പച്ചമുളകും, പിന്നെ ഇതിലേക്ക് ഞാനൊരു മാഗി ക്യൂബും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ആഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചിക്കനിൽ ഇതുപോലെ പപ്പടം കുത്തി എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ആ ഒരു ഫ്ലേവറൊക്കെ പീസിനകത്തേക്ക് നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയാണ്. നമുക്കിനിയും ഈ ചിക്കൻ പീസസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 15 തൊട്ട് 20 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ഫുൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മളിനി റൈസ് ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ ബസ്മതി അരിയാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം 30 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത ബസ്മതി അരിയാണ് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അരി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അരി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ചിക്കന് വേണ്ടിയുള്ള മാരിനേഷനാണ് റെഡിയാക്കേണ്ടത്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മെൽറ്റഡ് ബട്ടറാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മന്തി മസാലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മുടെ ആ ചിക്കൻ പീസസിലെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അല്പം വെജിറ്റബിൾ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് 2 വശവും തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ റൈസ് ആയോന്ന് ഒന്ന് നോക്കാം. നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ചിക്കൻ പീസസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ നടുക്കായിട്ടൊരു സ്റ്റീൽ പാത്രത്തിൽ 2 കഷ്ണം കരി കത്തിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം.
ഇത് ചെയ്യുന്നത് ഈ പീസിനും ഈ റൈസിനും ഒക്കെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് ലിഡ് അടച്ച് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കണം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. മന്തി ഇഷ്ടമുള്ള എല്ലാവരും തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും ഞാനൊരു നല്ല ബക്രീദ് ആശംസിക്കുന്നു. അപ്പം ഞാൻ ഈ സൽത്തയും മൈനീസും സലാഡും ഒക്കെ കൂട്ടി ഈ ഒരു മന്തി അകത്താക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.